നമസ്കാരം. അയ്യോ, ഇങ്ങനെയുള്ള കൂതറകളെ വിളിച്ചിരുത്തിയല്ലേ ഇവിടെ ചർച്ചകൾ. പക്ഷെ അവരെ ഈ ചർച്ചയ്ക്ക് പോണവരെ നമ്മൾ കുറ്റം പറയണ്ട. കാരണം അതിനേക്കാൾ എഴുകൊണ്ട അലവലാതി ചാനലുകളല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ ചില ചാനലുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണം കൊടുത്ത് വാങ്ങിയ വിധിയാണ് ദിലീപിന് കിട്ടിയതെന്നാണ് പറയണത്. അതായത് പണം ആർക്ക് കൊടുത്തേ? ഹണിയം വർഗീസിനോ? ഈ കോടതി അലക്ഷ്യത്തിന് ഇവൻ്റെയൊക്കെ പേര് കേസെടുക്കണ്ടേ? അങ്ങനെ ഒരു 5 പേരെ പേരിൽ കേസെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 5 ചാനൽ പൂട്ടിയാൽ ഇവിടെ കുറച്ച് മര്യാദ വന്നെ. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കൊണ്ടു കിടന്നവന്മാരെ ഒരു രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതോടുകൂടി, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഒളിവിപ്പോയതോടുകൂടി മറ്റേ മറുപടികളൊക്കെ നിർത്തിയല്ലോ. എല്ലാവരും മാളത്തിൽ ഒളിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏതെങ്കിലും വൃത്തികെട്ട ഒരു 3-4 ചാനലുകളെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചാൽ മതി, ഈ കാര്യങ്ങളെല്ലാം ക്ലീൻ ആവും. ദിലീപ് കോടതിയിലേക്ക് കടന്നു വന്നപ്പോൾ ജഡ്ജി എണീറ്റ് നിന്ന് തൊഴുതത്രേ. ഞാനിപ്പോൾ പോക്സോ കേസടക്കം ഒരുപാട് കേസുകൾക്ക് ശബ്ദം കൊടുത്ത മഹദി കൊടുത്ത കേസടക്കം, ADGP സന്ധി കൊടുത്ത കേസടക്കം ഒരുപാട് കേസുകൾക്ക് ഞാൻ കോടതി പോവുകയില്ലേ. അതുകൊണ്ട് എനിക്കിപ്പോൾ കോടതിയിലെ എല്ലാ കാര്യങ്ങളും അറിയാം. 11 എന്ന് ക്ലോക്കിൽ 11 ആവുമ്പോൾ ജഡ്ജിയുടെ ചേംബറിൽ നിന്ന് ഒരു ബെല്ല് മുഴങ്ങും. അപ്പോൾ ഈ ജഡ്ജിയുടെ അച്ഛനാവാൻ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും അവിടെ വന്നിരിക്കുന്ന വക്കീലന്മാരും പ്രതികളും വാദികളും ഒക്കെ. എന്നാൽ പോലും എല്ലാവരും എണീറ്റ് നിൽക്കും. ആരെയും നോക്കാതെ നിസ്സംഗയായി ജഡ്ജി അവരുടെ ഡയസിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ആരെയും മുഖത്ത് നോക്കിയില്ലെങ്കിലും മുഴുവൻ പേരെയും നോക്കി അവരിങ്ങനെ തൊഴുത് അപ്പം നമ്മളും തൊഴും. അത് കഴിഞ്ഞാൽ അവരിയ്ക്കും. എന്നിട്ടാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്. ഏതോ തലയ്ക്ക് വെളിവില്ലാത്തവൻ നോക്കിയപ്പോൾ ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ജഡ്ജി ദിലീപിനെ നോക്കി തൊഴുതു. ഈ നാടിൻ്റെ അവസ്ഥ ആലോചിച്ച്, മലയാളി വിവരമുള്ളവരെന്നാണ് പറയുന്നത്. ഒരു വിവരവും ഇല്ലാത്ത വിവരം കെട്ടവന്മാരാണ് ഇവിടെ ഉള്ളത്, പ്രത്യേകിച്ച് ഈ വാർത്താ ചാനലുകാർ. അച്ഛൻ ക്രൂരനാണെന്ന് മനസ്സിലാകാത്ത മകളാണോ MBBS പാസ്സായതെന്നാണ് ഒരുത്തൻ ചോദിക്കണേ. എടാ, അച്ഛൻ ക്രൂരനല്ല, അച്ഛൻ ഹൃദയാലുവാണ്. അച്ഛനെയും ഒരു പെൺകുട്ടിയും ചേർത്ത് അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവളുടെ കുടുംബ ജീവിതം തകർന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ എനിക്കെതിരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചവനാണ് ദിലീപ്. ഞാൻ അതാണ് അയാൾ കൊടുക്കുന്ന ബഹുമാനം. അയാൾ ഈ കാവ്യമാധവൻ എന്ന് പറഞ്ഞ പെൺകുട്ടി കാരണമാണ് അയാളുടെ ദാമ്പത്യ ജീവിതം തകർന്നെന്നൊക്കെ ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു. അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു. ഞാൻ നിമിത്തമാണല്ലോ ആ പെൺകുട്ടിയുടെ ബാലതാരമായി ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സിനിമയിൽ വന്ന ആ കുട്ടിയുടെ ജീവിതം തകർന്നല്ലോ എന്നുണ്ടപ്പോൾ വേറെ ആരാണെങ്കിലും അത് കേൾക്കില്ല. കാരണം നമ്മൾ വേറൊരു പെണ്ണിനെ കെട്ടും. പക്ഷെ അയാൾ എന്ത് നഷ്ടം വന്നാലും ശരി, കേരളം മുഴുവൻ എന്നെ പെണ്ണുപിടിയെന്ന് വിളിച്ചാലും ശരി, ഞാൻ അവളെ കെട്ടുള്ളൂ എന്ന് കെട്ടിയ മനസ്സുള്ളൊരു തന്നെ. ഞാനതിനെ അയാളെ ബഹുമാനിക്കുന്ന ആളാണ്. ഞങ്ങൾ പറയുന്നതൊന്നും ജഡ്ജ് റെക്കോർഡ് ചെയ്യുന്നില്ല അത്രേ. ജഡ്ജിൻ്റെ റെക്കോർഡ്സിൻ്റെ ജോലിയല്ല, താഴെ ഇരിക്കുന്ന ഒരു സ്റ്റാഫാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിൽ റെക്കോർഡാവും. പക്ഷെ പറയുന്നത്, ചാനലുകൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ദിലീപ് ഗൂഢോത്രം ചെയ്തു. ആരാ പറയുന്നതെന്നറിയോ? നടിയെ ഇപ്പം രക്ഷിച്ചെടുത്ത് തരാം, ശിക്ഷ വാങ്ങി കൊടുത്തിട്ട് നിന്നെ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ശമ്പളം വാങ്ങാതെ പോയി ഒരു പെണ്ണുപിള്ളയില്ലേ, അവർ പറയുന്നത് ദിലീപ് ഗൂഢോത്രം ചെയ്തെന്നാണ്. തമിഴിലെ പ്രശസ്ത ഗാനരചയിതാവ് വൈരമുത്തുവിന് ONV അവാർഡ്, ആദ്യത്തെ ONV അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ തലയിൽ കണ്ണട വെച്ചവരെല്ലാം കൂടെ ബഹളമുണ്ടാക്കി. ONV കുറുപ്പ് സാറിൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസുള്ളവന് കൊടുക്കരുത്. പക്ഷേ വേടന് കൊടുത്താൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ഒരു WCC അനങ്ങിയില്ല, ഇവിടുത്തെ ഒരു ചാനലും അതിനെതിരെ സംസാരിക്കില്ല. ഒറിജിനൽ മെമ്മറി കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഷൂട്ട് ചെയ്ത ക്യാമറ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ രഹസ്യ ക്യാമറ, ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഈ മൊട്ടേറെ ചാനലിലെ തിരുവനന്തപുരത്തുള്ളവർ വായുവോക്കി ചെറുക്കം ചെയ്തില്ലേ. ഞാൻ അവനെ വായുവോക്കി എന്നേ പറയുള്ളൂ. കാരണം കുഴുത്തുരുമ്പും കുന്നായ്മയും ആർക്കിട്ട് പണിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പയ്യനാണല്ലോ അവൻ. ഒരു ഗ്രൗണ്ടിൽ ചെന്നിരുന്നിട്ട് മഹാത്മാഗാന്ധിയുടെ ചെറുമോനായ പൾസറിനെ വിളിച്ചിരുത്തിയിട്ട്, ഇതാ ഞങ്ങളുടെ മൊട്ട ചാനലിൽ ഞങ്ങൾ ഒളിക്യാമറ വെച്ചതാ, എല്ലാ രഹസ്യങ്ങളും പുറത്തു വിടുക. മറ്റവൻ ഫയലൊക്കെ എന്നാണ് പറയുന്നത്, ആര് പൾസർ ഒളിക്യാമറയിൽ പകർത്താനായിട്ട്. ഇത് ആരെ പറ്റിക്കാൻ? ഇവിടുത്തെ ഏതെങ്കിലും പോലീസോ നിയമപാലകരോ ഹണിയം വർഗീസ് പോലും നിൻ്റെ ഒറിജിനൽ മെമ്മറി കാർഡും നിൻ്റെ ക്യാമറയുണ്ടെന്നല്ലേ പറഞ്ഞേ, അതിങ്ങിത്താ
നിന്നെ വെറുതെ വിടാമെന്നൊരു വാക്ക് ജഡ്ജിക്ക് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ പോലീസുകാർ ചോദിക്കണ്ടേ? പോലീസുകാർ അവനെ മച്ചമ്പിയാറ്റല്ലേ കൊണ്ട് കിടക്കണേ. പൾസർ യാത്ര ചെയ്ത വാഹനത്തിൻ്റെ പിന്നാലെ അന്ന് മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. അത് ഓടിച്ചത് അപ്പുണ്ണിയാണ്. അപ്പോൾ അപ്പുണ്ണിയാവുമ്പോൾ ആ കാരണത്ത് ദിലീപ് ഉണ്ടാക്കും. മൊട്ട ഉൾപ്പെടെ, അല്ലെങ്കിൽ മൊട്ടേനെ ശിക്ഷ്യം പറഞ്ഞതാണ്, അവൻ കണ്ടെത്തിയതാണ്. പൾസർ പോയ കാറിൻ്റെ, പീഡിപ്പിക്കാൻ പോയ കാറിൻ്റെ പുറകെ ഒരു കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഇവൻ പീഡിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ. അപ്പോൾ അതിൽ അപ്പുണ്ണി ഓടിച്ചിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് ദിലീപ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ BJP പോയെങ്കിലും മികച്ച IAS IPS കാരനായിരുന്ന TP സെൻകുമാർ സാർ, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഞാൻ പെൻഷനാകുന്നത് വരെ ദിലീപിനെ കൊടുക്കാൻ പറ്റിയ ഒരൊറ്റ തെളിവും കിട്ടിയിരുന്നില്ല, ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. TP സെൻകുമാർ എന്ന് പെൻഷനായോ 3-ാം ദിവസം ദിലീപിനെ പിടിച്ചകത്തിട്ടു. പിന്നെ മറ്റേ മലയാളം വാരികയ്ക്ക് പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തൊരു അബദ്ധത്തിൽ ചാടി. കാരണം ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഫോൺ വരികയും ഇൻ്റർവ്യൂ കട്ട് ചെയ്തിട്ട് അദ്ദേഹം ആ ഫോണിൽ സംസാരിച്ചു. ഫോണിൽ സംസാരിച്ചപ്പോൾ ഇവർ ക്യാമറ ഓഫ് ചെയ്തിരുന്നില്ല, ക്യാമറ ഓടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില സെൻറ്റൻസുകളുണ്ടായിരുന്നു, അന്ന് വിവാദമാവാമെന്നാണ്, പക്ഷേ എവിടെയോ വെച്ച് അത് മുക്കിക്കളഞ്ഞു. അദ്ദേഹം നല്ല സർട്ടിഫിക്കറ്റുകൾ അതിൽ 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയാത്ത, എന്നാലൊരു സുഹൃത്ത് വിളിച്ചപ്പോൾ പത്രക്കാരിരിക്കുകയാണെന്ന് നോക്കാതെ പച്ചയ്ക്ക് പുള്ളി പറഞ്ഞത്. എന്നാലും എനിക്ക് TP സെൻകുമാറിനെ ബഹുമാനമാണ്. കാരണം ഇത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ലേ. കാക്കി ഇട്ടുകൊണ്ട് അദ്ദേഹം തെമ്മാടിത്തരം കാണിച്ചില്ലല്ലോ, അല്ലെങ്കിൽ കൈക്കൂലിപ്പാവിയായിരുന്നില്ലല്ലോ. അതുപോലെ എന്തെല്ലാം നൊട്ടോറിയസ് ക്രിമിനൽ പണികൾ ചെയ്യുമോ അതൊന്നും അദ്ദേഹം IPS ഉപയോഗിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ PG സുരേഷ്, അദ്ദേഹം ഒരു ചർച്ചയിൽ 5-6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് വൻ തിരിച്ചടിക്ക് മുതിരുകയാണോ? ആണാണെങ്കിൽ തിരിച്ചടിക്ക് മുതിരണം എന്നാണ് ഞാൻ പറയുന്നത്. ആണും പെണ്ണും കെട്ടതാവുമ്പോൾ മുതിരില്ല, പെണ്ണായാലും മതി. ഞാനിത് കളിയാക്കി പറയല്ല, ആ ഒരു വർഗത്തെ കളിയാക്കി പറയല്ല, ആണത്തും വേണമെന്നേ. എന്നെ 8 വർഷം ക്രൂരമായി പീഡിപ്പിച്ച, ഓരോന്നിനും എണ്ണി പറഞ്ഞ് തിരിച്ചടി നൽകണം എന്നാണ് എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്. മഞ്ജു വാര്യർക്കും B സന്ധ്യയ്ക്കുമെതിരെ നിയമ നടപടി സാധ്യമാകുമോ എന്നാണ് സുരേഷിൻ്റെ അടുത്ത ചോദ്യം. ഉറപ്പാട് സാധ്യമോ? ഞാൻ മഞ്ജുവിൻ്റെ പേര് കേസെടുക്കണമെന്ന് പറയില്ല, എങ്കിൽ പോലും B സന്ധ്യയുടെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാക്കി ഇട്ടുകൊണ്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടിയ ഒരു മഹതിയാണവർ. എന്നിട്ട് പറയുന്നത് സാഹിത്യകാരിയെന്ന്. ഈ സാഹിത്യകാരിക്ക് ഇതുപോലെ ക്രൂവലാവാൻ കഴിയുമോ? സാഡിസം കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഇനി ഒരു കാക്കിയിട്ടവർ ഇതുപോലൊരു തെമ്മാടിത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി ദിലീപ് മിനിമം ഒരു 10 കോടി രൂപയ്ക്ക് അവർക്ക് കേസ് കൊടുത്ത് അവരുടെ പെൻഷൻ തടയാനുള്ള വകുപ്പൊക്കെ നോക്കണം രാമപിള്ള സാറുമായിട്ട് സംസാരിച്ചിട്ട്. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ ഒരു ഗുണ്ടകളെല്ലാം വിടുമെന്ന് തന്നെ തീർക്കാനായിട്ട് അവർക്ക് ആ സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പഠിച്ച കള്ളി എന്നാണ് പറയുന്നത്. അതിജീവിതയ്ക്കൊപ്പം എന്ന് ആണയിട്ടിരുന്ന പൊതുപ്രവർത്തകരും നേതാക്കളും വിധി വന്ന ശേഷം ദിലീപിൻ്റെ പേര് പോലും പറയാൻ ഭയക്കുന്നോ എന്നാണ് സുരേഷിൻ്റെ അടുത്ത ചോദ്യം. അതിജീവിതയെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലത്, അതിജീവിതയ്ക്കൊപ്പം തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി ദിലീപിനെ കുരിശിലേറ്റണമെന്ന് പറയുന്നതിൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് എതിർപ്പുള്ളൂ. എൻ്റെ പൊന്നു സുരേഷേ, മകനും മകൾക്കും ഒപ്പം എന്ന് പറഞ്ഞ സിനിമാ സംഘടനകൾ മകളെ മറന്ന് മകനെ മാത്രം ചേർത്ത് നിർത്തുകയാണോ? മകൾ ഇട്ടെറിഞ്ഞു പോയതാണ് സംഘടനകളെ, മകനെ നിങ്ങളെല്ലാം കൂടെ പുറത്താക്കിയതാണ്. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വരട്ടെ, ആ മീറ്റിങ്ങിൽ എടുക്കുന്ന അജണ്ടയിൽ ഞാൻ പറയുന്നത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അമ്മയും അച്ഛനും ഒക്കെ എന്താവും എന്ന് പറഞ്ഞ ഒരു നായകൻ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അയാളെ ചാടിച്ചതാണ്. മറ്റേ നടി അങ്ങനെയല്ല, നിൻ്റെ ഒന്നും ഒരു പുല്ലിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പോയതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ നിയമയുദ്ധം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നും സുരേഷ് പറയുന്നു. ഉറപ്പായിട്ടും നിയമയുദ്ധം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും അത് പറയുന്നത് ശരിയല്ല എങ്കിലും പറഞ്ഞു, D സിനിമാസ് വിറ്റായിട്ടായാലും ശരി ദിലീപേ, ഒറ്റ എണ്ണത്തിനെ വിടരുത്. ഒരു 10-15 എണ്ണത്തിൻ്റെ പേരിൽ 10 കോടി രൂപ വെച്ച് അങ്ങ് ഫയൽ ചെയ്യണം. 1.5 കോടി രൂപ നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്താൽ ഇനി ഒരാളിന് ഇതുപോലെ 10-58 ദിവസമൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ല. സിനിമാ സംഘടനകളുടെ തലപ്പത്തേക്ക്
കരുത്തോടെ മടങ്ങാൻ ദിലീപിന് കഴിയുമോ? 100% കഴിയും. പോണ്ടേന്ന് ദിലീപ് ആലോചിക്കട്ടെ. കാരണം നിഷ്കരണമാണല്ലോ അയാളെ തള്ളിക്കളഞ്ഞത്. ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്നറിയാൻ വേണ്ടി പെട്ടെന്ന് ഒരു സംഘടന പുറത്താക്കും മുമ്പേ മറ്റേ ചാടിച്ചു. എന്നിട്ടിപ്പോൾ ബൗദ്ധികമായിട്ടൊക്കെ പറഞ്ഞു കേട്ടു ഞങ്ങളതിനെ പറ്റി ആലോചിക്കുകയാണ് തിരിച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞത് ദിലീപ് എന്തായാലും നിങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടറെ കാർഡൊന്നും എടുക്കാൻ ഫെഫ്കയിലേക്ക് പോകരുത്. കാരണം ഫെഫ്കയിൽ നിങ്ങൾക്ക് അങ്ങനത്തും തരാൻ പോയപ്പോൾ ഞാൻ എതിർത്ത ആളാണ്. ഞാൻ പറഞ്ഞു അയാൾ സിനിമ നടനല്ലേ, അയാൾക്ക് എന്തിനാ ഇവിടെ അല്ല നമ്മളുടെ കൂടെ ദിലീപ് ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് അതൊരു ക്രെഡിറ്റാണ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. എന്നിട്ട് അയാളെ പിന്നെ ആലോചിക്കാതെ മത്സരിച്ച് പുറത്താക്കി സംഘടനകളിലൊന്നും പോകരുത് തിരിച്ച് എന്ന് ഞാൻ പറയും. ഞാനൊരു നടന്ന സംഭവം പറയാം. തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു ചേരിയുണ്ടല്ലോ, അവിടെ ഒരു വീട്ടു ജോലിക്കാരി നായികയാവുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. തകൃതിയായിട്ട് പെട്ടെന്ന് ഷൂട്ട് നടക്കുക. സമയം വൈകുന്നേരം. ഒരു വില കൂടിയ SUV കാറ് അവിടെ വന്ന് കിടക്കുകയാണ്. ആരെയോ കാത്ത് എന്ന് മനസ്സിലാക്കാം. രാഷ്ട്രീയ വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനെന്നല്ല പറയണ്ട, തല്ലിപ്പൊളി മോനാണ് ആ കാറിനകത്ത് ആരെയോ കാത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ നേതാവ് അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എടുക്കുന്ന സീന് അവനെയും ഒന്നും പറയാൻ ഒക്കില്ല കേട്ടോ, അവനും ഉണ്ടെന്ന് പറയുന്നു ഗുണ്ടകൾ. ഇത് ഗുണ്ടകളില്ലാത്തവരില്ല കേട്ടോ, ഇപ്പോൾ എല്ലാം ഗുണ്ടകളെയും കൊണ്ടാണ് നടക്കണേ. എടുക്കുന്ന സീൻ വേഗം തീർക്കാൻ നായിക ധൃതി കൂട്ടുകയാണ്. സമയം സന്ധ്യയോടടുക്കുന്നു. മേക്കപ്പ് അഴിച്ച് നായിക ഓടി വന്ന് ഈ കാറിൽ കയറി. കാറ് ശരവേഗത്തിൽ ഓടിപ്പോയി. രാഷ്ട്രീയ നേതാവ് അവൻ്റെ തന്ത മകൻ്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. കാറെത്തിയപ്പോൾ ആരാധനയോടെ നേതാവിൻ്റെ ഭാര്യയും മരുമകളും കൊച്ചു കുട്ടികളും എല്ലാം കൂടെ ഇറങ്ങിച്ചെന്ന് നടിയെ സ്വീകരിച്ച് ആനയിച്ച് നേതാവിൻ്റെ എത്തിച്ചു. കുശലങ്ങൾ, സെൽഫി എടുപ്പ്, കുടിക്കാൻ ഡ്രിങ്ക്സ് എല്ലാം കൊടുത്തു. എല്ലാവരും അവരവരുടെ വഴി പോയി. നേതാവും നായികയും മാത്രമായി. നല്ല അഭിനയിക്കുന്ന ആണല്ലോ. അതിൻ്റെ 5 ഇരട്ടി ഭാവപ്രകടനങ്ങൾ നടി പുറത്തെടുത്തു നേതാവിൻ്റെ മുമ്പ്. ഒരു നായകനെ നിഗ്രഹിക്കാൻ ശബ്ദം എടുത്തിരിക്കുന്ന നായികയ്ക്ക് രാഷ്ട്രീയ നേതാവിൻ്റെ മകനെ കൂട്ടാനായത്. യവന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കോടികളുടെ കച്ചവടമുണ്ട്. നായിക നിഗ്രഹിക്കാൻ നടക്കുന്ന നായകനും ഈ ബിസിനസ്സുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുണ്ട്. വല്ല കാര്യമുണ്ടോ? സിനിമയിൽ അഭിനയിച്ച പൈസ കൊണ്ടൊന്ന് റിയൽ എസ്റ്റേറ്റിലൊക്കെ പോയി ശത്രുക്കൾ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്ന ലേബലിൽ ഈ മകൻ ഒരു സ്ഥലം പോയി കണ്ടു. 5.5 കോടി രൂപ ആ വസ്തുവിന് വില പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഏതോ ബ്രോക്കർ പറഞ്ഞിട്ട് ഈ നായക നടൻ അത് 7 കോടി രൂപയ്ക്ക് വില പറഞ്ഞ് വാങ്ങിച്ചു. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ 15 കോടി രൂപയ്ക്ക് ആ വസ്തു വിറ്റു. 7 കോടിക്ക് വാങ്ങിച്ചിട്ട് 15 കോടിക്ക് വിറ്റു. അപ്പോൾ 8 കോടി ലാഭം. വിടുവോ രാഷ്ട്രീയ മോൻ? ഇവനെ തീർത്താൽ കാര്യങ്ങൾ സുഗമമാവും. അതാണ് ഈ അവസരത്തിന് ഈ രാഷ്ട്രീയക്കാരൻ്റെ മകൻ കൈകൊടുത്തത്. ഞാൻ തീർത്തരാവനെ. സകലമാന തരികിടകളും കൈവശമുള്ള ഒരു കാക്കിധാരി പെണ്ണുമ്പിള്ള നേതാവിൻ്റെയും മോൻ്റെയും ഇതുപോലെ തരികിട കളിച്ച് നടക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ്. നേതാവ് അവളെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ഏറ്റവും നേതാവെന്നായിരുന്നു മറുപടി. പിറ്റേന്ന് ഇയാൾ അമ്പലത്തിൽ ഭയങ്കര വിശ്വാസിയാണല്ലേ ദിലീപ്. അയാൾ അമ്പലത്തിൽ ശത്രു സംഹാരം എന്തോ ഉള്ള പൂജയൊക്കെ ചെയ്തിട്ട് പാളയങ്കടം കുറിയൊക്കെ അടിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വരുന്നു. നിങ്ങൾ ഞങ്ങളുടെ മാഡത്തിന് കൊടുത്ത ഒരു ഭീഷണി പരാതിയില്ലേ? ഉണ്ട്. ജയിലിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചെറുമോനില്ലേ പൾസർ സുനി, അവനൊരു കത്തയച്ചു. നല്ല വടികത്ത് തറാന്ന് എഴുതിയാൽ കൊറാന്നാവണ അവൻ ഒരു കത്തയച്ചു വിശദമായിട്ട്. അതിൽ അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിങ്ങൾ 1.5 കോടി തന്നില്ലെങ്കിൽ ദിലീപേട്ട ഞാൻ 2 കോടിക്ക് തരാൻ വേറെ ആളുണ്ട്, ഞാൻ അവർക്ക് കൊടുത്തിട്ട് നിങ്ങളെ പേര് പറയും. അതുപോലെ തന്നെ ജയിലിൽ അവൻ എല്ലാ സുഖസൗകര്യമുണ്ട്. ഇവൻ കൊടിസുനീരിയും മുകളിലാണ് തോന്നുന്നു. ഇവൻ അവൻ്റെ അവിടെ ജയിലിൽ നിന്ന് കിട്ടിയ മൊബൈലിൽ ദിലീപിനെ വിളിച്ചു. എടുക്കുന്നില്ല. പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അപ്പോൾ ഇവൻ നാദിർഷയെ വിളിച്ചു.
നാദിർഷയോട് പറഞ്ഞു, ദിലീപേട്ടൻ്റെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ച് പറയണം എനിക്കൊരു 1.5 കോടി രൂപ തന്നില്ലെങ്കിൽ ഞാൻ 2 കോടി രൂപയ്ക്ക് വേറൊരാളുമായിട്ട് കച്ചവടം ഉറപ്പിച്ചാൽ ഞാൻ ദിലീപിൻ്റെ പേര് പറയും. നീ പറ, ഞാൻ തുറന്നു പറഞ്ഞു. ഫോൺ വെച്ച് നാദിർഷ ദിലീപിനോട് പറഞ്ഞു. ദിലീപ് അന്നത്തെ DGP ആയ ലോക്നാഥ് ബെഹ്റയെ അറിയിച്ചു. എടുത്ത വയലിൽ അദ്ദേഹം ചോദിച്ചു, റെക്കോർഡ് ചെയ്തോ അത്? ഇല്ല സർ. അവൻ ഇനിയും വിളിക്കും, അതാണ് പോലീസ് ബുദ്ധി. അവൻ ഇനിയും വിളിക്കും, നിങ്ങളത് റെക്കോർഡ് ചെയ്യണം.